ഗുണവാന് വേണ്ടി ഒരു പക്ഷെ ആരെങ്കിലും മരിക്കുമായിരിക്കാം. ഗുണവാന് വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പക്ഷേ മക്കൾക്ക് വേണ്ടി മരിക്കുന്ന അമ്മമാരും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? അങ്ങനത്തെ ഒത്തിരി സ്റ്റോറീസ് ഉണ്ട്. ഗുണവാന് വേണ്ടി മരിക്കുന്നത് ഒരു പക്ഷേ മരിച്ചേക്കാം. നീതിമാന് വേണ്ടി മരിക്കുന്നത് ദുർലഭം. ഒരുത്തൻ നീതിമാനാണെന്നുള്ള ഒറ്റ കാരണത്താൽ എനിക്ക് ബന്ധമൊന്നുമില്ലാത്ത, ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരാൾക്ക് വേണ്ടി ചാകാനൊന്നും ഞാൻ തയ്യാറാകുന്നത് അത്ര സ്വാഭാവികമല്ല. ഒരു പക്ഷേ ഗുണവാനായ എൻ്റെ മക്കൾക്ക് വേണ്ടിയോ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഭർത്താവിന് വേണ്ടിയോ ഒക്കെ മരിക്കുന്നത് ഒരു പക്ഷേ സംഭവിച്ചേക്കാം. പക്ഷെ യേശുവിന്റെ കാര്യം അങ്ങനെയല്ല. യേശുവിന് ഞാനൊരു അനിവാര്യത ആയതുകൊണ്ടൊന്നുമല്ല യേശു മരിച്ചത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഞാനില്ലെന്ന് വെച്ച് യേശുവിനൊന്നും സംഭവിക്കാനില്ല. പക്ഷെ യേശു ഇല്ലെങ്കിൽ എനിക്കൊന്നുമില്ല. യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സേ? ഞാൻ ഇച്ചിരി കടത്തി അങ്ങ് പറയുകയാണ്, പക്ഷേ ദാറ്റ് ഈസ് എ ഫാക്ട്. ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇല്ലെങ്കിൽ യേശുവിന് എന്ത് സംഭവിക്കാനാ? ഞാൻ യേശുവിന് ഒരു അനിവാര്യതയല്ല. ഐ എം നോട്ട് ഇന്നവിറ്റബിൾ ഫോർ ഗാഡ്, ബട്ട് ഗാഡ് ഈസ് ഇന്നവിറ്റബിൾ ഫോർ മീ. ദൈവം ഇല്ലെങ്കിൽ എനിക്കൊന്നുമില്ല. ഞാനില്ലെന്ന് പറഞ്ഞ് യേശുവിന് എന്നെ പറ്റാനാ? പക്ഷേ യേശുവിനെ നിഷേധിച്ചിരുന്ന എൻ്റെ ജീവിതത്തിലേക്ക്, യേശുവിനെ ഉപേക്ഷിച്ച എൻ്റെ ജീവിതത്തിലേക്ക്, ഞാൻ പാപിയായിരുന്നപ്പോൾ, ഞാൻ റിബല്യസ് ആയിരുന്നപ്പോൾ, എന്തോന്ന് യേശു ആർക്ക് വേണം എന്ന് പറഞ്ഞ് ഭൂമിയുടെ പിശാചിന്റെ പിന്നാലെ ഓടി നടന്നതായ എന്നെ എനിക്ക് വേണ്ടി യേശു മരിച്ചു. അതാണ് യേശുവിന്റെ മരണത്തിന്റെ പ്രത്യേകത. ഞാൻ നീതിമാനായിരുന്നപ്പോഴല്ല, ഞാൻ ഗുണവാനായിരുന്നപ്പോഴുമല്ല. ഐ വാസ് നോട്ട് റൈച്ചസ്. ഞാൻ ഒരിക്കലും നീതിയുള്ളവനായിരുന്നില്ല. ഈവൻ ഐ വാസ് നോട്ട് ഇന്നവിറ്റബിൾ ഫോർ ജീസസ്. ഞാൻ റൈച്ചസും ആയിരുന്നില്ല. അതും നമ്മൾ മനസ്സിലാക്കണം. ഐ വാസ് നോട്ട് എ ഗുഡ് മാൻ. ഐ വാസ് നോട്ട് ഇന്നവിറ്റബിൾ ഫോർ ഗാഡ്. യേശുവിന് ഞാനില്ലെങ്കിൽ എന്ത് സംഭവിക്കാൻ? ഒന്നുമില്ല. എന്നിട്ടും കീടമായിരുന്ന, നിഷേധിയായിരുന്ന, പാപിയായിരുന്ന, ദൈവത്തെ നിഷേധിച്ച, ഇരുളിനെ സ്നേഹിച്ച, പിശാചിന്റെ സന്തതിയായിരുന്ന എന്നെ, ഞാൻ പിശാചിന്റെ സന്തതി ആയിരിക്കുമ്പോൾ തന്നെ യേശു മരിച്ചു. ഞാൻ പിശാചിനെ സ്നേഹിച്ചപ്പോൾ തന്നെ യേശു എനിക്ക് പകരമായിട്ട് മരിച്ചു. ആ സ്നേഹം കൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? മറ്റുള്ളവരെ സ്നേഹിക്കണം. യേശുവിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത ഏതാണ്? ഹല്ലേലൂയ. നമ്മളത് മനസ്സിലാക്കുന്നുണ്ടോ? ആ രീതിയിലുള്ള സ്നേഹം നമ്മിൽ വ്യാപരിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, യേശു ഭൂമിയിൽ 3.5 വർഷം ശിഷ്യന്മാരോട് കൂടെ ഉണ്ടായിരുന്നു. കർത്താവ് പറയാണ്, ഞാനിപ്പോ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്, എൻ്റെ പിതാവിന്റെ അടുത്തേക്ക്. ഇനി കുറച്ച് നാളത്തേക്ക് ഫിസിക്കൽ ആയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇല്ല. പക്ഷെ നിങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് ഞാൻ പറഞ്ഞു തരാം. ഞാൻ ഈ 3.5 വർഷം നിങ്ങളെ പഠിപ്പിച്ചില്ലേ ഞാൻ എങ്ങനെയാണ് സ്നേഹിക്കുന്നതെന്ന്, എന്റെ സ്നേഹം എങ്ങനെയാണെന്ന്. ആ സ്നേഹം കൊണ്ട് നിങ്ങൾ അന്യോന്യം സ്നേഹിപ്പിൻ. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് നമ്മൾ യേശുവിന്റെ സ്നേഹത്തെക്കുറിച്ച് ഇത്രയും പഠിക്കാനായിട്ട് പരിശ്രമിച്ചത്. യേശു കാൽവറി ക്രൂശിൽ മരിച്ചു എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് ഉഴപ്പി പറയാൻ എളുപ്പമാണ്. പക്ഷെ തിങ്ക് അബൌട്ട് ഹിസ് ലൈഫ്. അവന്റെ ലൈഫിൽ അവൻ മരിച്ചത് അവന്റെ സ്നേഹത്തിന്റെ പ്രദർശനമാണ്, അത് നമുക്കറിയാം. പക്ഷെ അവന്റെ ജീവിതത്തിലും അവൻ 33 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചത് അവൻ സ്നേഹത്തിലാണ് ജീവിച്ചത്. അവൻ എല്ലാവരെയും സ്നേഹിച്ചു. ദൈവം സ്നേഹം തന്നെ. ആ സ്നേഹം യേശുവിന്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് അവനെ അനുകരിക്കുവാൻ കഴിയുന്നത്, അവന്റെ പിന്നാലെ പോകുവാൻ, അവന്റെ ചുവടുകൾ വയ്ക്കുവാൻ കഴിയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അവനൊരു മാതൃക വെച്ചിരിക്കുകയാണ്. അവന്റെ മരണം സ്നേഹത്തിന്റെ പ്രകാശനമാണ്. അതിൽ വലിയ സ്നേഹം ലോകത്തിൽ ആർക്കും ഉണ്ടായിട്ടില്ല. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം കാണിപ്പാൻ ആർക്കും കഴിയുകയില്ല. എനിക്ക് ഒരാളെ സ്നേഹിക്കുന്നെങ്കിൽ എനിക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് അയാൾക്ക് വേണ്ടി മരിക്കുക. അത് ആർക്ക് വേണ്ടിയാ? സ്നേഹിതന്മാർക്ക് വേണ്ടി. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹം. ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹം സ്നേഹിതന് വേണ്ടി ജീവനെ കൊടുക്കുന്നതാണ്. പക്ഷെ യേശുവിന്റെ സ്നേഹം അതിനപ്പുറത്താണ്. സ്നേഹിതന് വേണ്ടി അല്ല അവൻ ജീവൻ കൊടുത്തത്, ശത്രുക്കളായിരുന്നപ്പോൾ, അഭക്തരായിരുന്നപ്പോൾ. എന്റെ വാക്കുകൾ കേൾക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയട്ടെ, യേശുവിന്റെ മരണം സ്നേഹത്തിന്റെ പ്രകാശനമാണ്. അതുകൊണ്ട് പറഞ്ഞത്, നമ്മൾ സ്നേഹം എന്തെന്ന് അറിയുന്നത് തന്നെ അവൻ തന്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാലാണ്. കാര്യം ലോകത്ത് നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ സ്നേഹവും ലിമിറ്റഡ് ആണ്. പക്ഷെ യേശുവിന്റെ സ്നേഹം അത് ഇറ്റേണൽ ആണ്, അത് അൺകണ്ടീഷണൽ ആണ്, അത് സാക്രിഫിഷ്യൽ ആണ്, അത് പെർപ്പച്വൽ ആണ്. ഇതുപോലെയുള്ള സ്നേഹം ലോകത്തിൽ ഒരിക്കലും ഒരിടത്തും ഉണ്ടായിട്ടില്ല. അവന്റെ മരണം, പക്ഷേ അവന്റെ ജീവിതത്തിലും അവൻ ആ സ്നേഹം പ്രദർശിപ്പിച്ചു. അതുകൊണ്ട് അവന്റെ ജീവിതത്തിൽ അവൻ പ്രകാശിപ്പിച്ച സ്നേഹത്തിന്റെ ഓരോ മുകുളങ്ങൾ എടുത്ത് നമ്മൾ പഠിക്കുമ്പോൾ, എന്തിനാണത്? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം സ്നേഹിപ്പിൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്,
ക്രിസ്തു അഭക്തരായിരുന്നപ്പോൾ നമുക്ക് വേണ്ടി മരിച്ചു. അതാണ് നമ്മൾ കാണുന്നത്. ആ സ്നേഹത്തിന്റെ ഒരു പ്രതിഫലനം, ഞാൻ സമയത്തിന്റെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ഈ 1 കൊരിന്ത്യർ 13 അധ്യായം നിങ്ങൾ ഇടയ്ക്കിടയ്ക്കൊന്ന് വായിക്കണം, കൃത്യമായിട്ടൊന്ന് വായിക്കണം. വായിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രത്യേകത, നമ്മൾ പറയുന്ന സ്നേഹമൊക്കെ എന്താണ് എന്ന് നമുക്ക് തന്നെ ലജ്ജ തോന്നിപ്പോകും. 1 കൊരിന്ത്യർ 13 അധ്യായം സ്നേഹത്തിന്റെ അധ്യായമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സങ്കീർത്തനമാണ്. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ഈ സഭയിലൊക്കെ നമ്മൾ സങ്കീർത്തനം വായിക്കുന്ന കൂട്ടത്തിൽ ഒരു ദിവസം ഇത് വാക്യപ്രതിവാക്യമായി ഇടയ്ക്കിടയ്ക്കൊന്ന് വായിച്ചാലും കുഴപ്പമൊന്നുമില്ല. സങ്കീർത്തനം തന്നെ വായിച്ച്, പഴയ നിയമത്തിലെ സങ്കീർത്തനം തന്നെ വായിക്കണം നിർബന്ധമില്ല. സങ്കീർത്തനം വായിക്കണം, നല്ല കാര്യം കേട്ടോ. ഐ ലവ് ഇറ്റ്. ഞാൻ സങ്കീർത്തനം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളാണ്. സങ്കീർത്തനത്തെ കുറിച്ച് ഒരു ബുക്ക് പോലും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുതിയ നിയമത്തിലെ ഇങ്ങനെയുള്ള വേദഭാഗങ്ങളും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സഭായോഗത്തിന് വായിക്കാനായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കണം. അതിന് ഒരു ഭാഗമാണ് 13 അധ്യായം, 1 കൊരിന്ത്യർ 13 അധ്യായം. അവിടെ നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ പശ്ചാത്തലം കൂടെ നമ്മളൊന്ന് അറിഞ്ഞാലേ നമുക്ക് അതിന്റെ അർത്ഥം ശരിക്കും ഗ്രഹിക്കാൻ പറ്റുള്ളൂ. ഒന്നാമത് അവിടെ പറയുന്നത്, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷയിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനപരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എന്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്ക് ഒരു പ്രയോജനവും ഇല്ല. സ്നേഹമാണ് എല്ലാത്തിനേക്കാളും വലുത് എന്നിവിടെ പറയുകയാണ്. സ്നേഹമാണ് എല്ലാത്തിനേക്കാളും വലുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയൊന്നും വേണ്ട എന്നല്ല അതിന്റെ അർത്ഥം. അതായത് മനുഷ്യരുടെയും ഇത് ഞാൻ പറഞ്ഞല്ലോ, കൊരിന്ത്യരുടെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇത് പഠിക്കേണ്ടത്. കൊരിന്ത്യ സഭയുടെ ഒരു വലിയ പ്രോബ്ലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവര് അന്യഭാഷ, പ്രവചനം, ത്യാഗജീവിതം, ഇതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും എക്സ്റ്റസിയില് ഒത്തിരി പുകഴുന്ന ആളുകളായിരുന്നു. കൊരിന്ത്യ സഭയുടെ ഒരു പ്രത്യേകത, എക്സ്റ്റസിയിലും ഇതുപോലുള്ള കാരിസ്മാറ്റിക് ഗിഫ്റ്റ്സിലും ഒത്തിരി പുകഴുന്ന ആളുകളായിരുന്നു. അത് തന്നെയല്ല, അങ്ങനെയുള്ളവർ മറ്റുള്ളവരെക്കാൾ സ്പിരിച്വൽ ആണെന്നുള്ള ഒരു ചിന്തയും ഇവർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് വെട്ടിപൊട്ടുന്നത് പോലെ 4 അന്യഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ അവര് മിണ്ടാതിരുന്ന് സ്തോത്രം ചെയ്യുന്നവരെക്കാൾ വലിയവരാണെന്നുള്ള ചിന്ത അവർക്കുണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെയുള്ളവരുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ കാലയളവിൽ ഇത് ശരിയാണ്, ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് അവരുടെ പുകഴ്ച മുഴുവൻ എക്സ്റ്റസിയിലായിരുന്നു. എക്സ്റ്റസി എന്ന് പറഞ്ഞാൽ മനസ്സിലായി, ഉന്മാദാവസ്ഥയിലായിട്ട് പ്രവചനം, അല്ലെങ്കിൽ ഒരു സൂപ്പർ നാച്ചുറൽ ഗിഫ്റ്റ്സ് എന്ന് തന്നെ വെച്ചു. സൂപ്പർ നാച്ചുറൽ ഗിഫ്റ്റ്സിലായിരുന്നു അവരുടെ അഭിമാനം മുഴുവൻ. അവരഭിമാനിച്ചിരുന്നത്, ഞങ്ങൾക്ക് അന്യഭാഷയുണ്ട്, ഞങ്ങൾക്ക് പ്രവചനമുണ്ട്, ഞങ്ങൾക്ക് ദൂതന്മാരുടെ. ഇന്നാളുടെ ഒരാൾ പറയുന്ന കേട്ടു, അവൻ എത്ര ഭാഷയിലാ പാട്ട് പാടുന്നതെന്നറിയാമോ? അവൻ ദൂതന്മാരുടെ ഭാഷയാണ് സംസാരിക്കുന്നത്. ഞാൻ അന്യഭാഷ പറയുമ്പോഴത്തേക്ക് ഞാൻ പല ഭാഷകൾ സംസാരിക്കുന്നത് ദൂതന്മാരുടെ ഭാഷയാണ് ഇടയ്ക്ക് കയറി വരുന്നത്. ഇങ്ങനെയൊക്കെ അന്യഭാഷയിൽ പുകഴുന്നവരായ ആളുകളോട് പൗലോസ് പറയാണ്, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനപരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവര് ത്യാഗപൂർണമായ ജീവിതത്തിലും അവരെന്ത് ചെയ്യുന്നുണ്ട്? അഭിമാനിക്കുന്നുണ്ട്. അതായത് മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നത്, അന്നദാനം, ജയിലിൽ ഭക്ഷണം കൊടുക്കുന്നത്, മറ്റുള്ള കാര്യങ്ങൾ, ഇതിനകത്തൊക്കെ ഒത്തിരി വിധവകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവരെന്ത് ചെയ്യുന്നുണ്ട്? പുകഴുന്നുണ്ട്, ഇല്ലേ? എങ്കിലും സ്നേഹമില്ല എങ്കിൽ എന്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? ഇതൊന്നും വേണ്ടെന്നാണോ? ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നാം, അതുകൊണ്ട് അന്യഭാഷ വേണ്ട, പ്രവചനം വേണ്ട, അതുകൊണ്ട് ത്യാഗം വേണ്ട, അന്നദാനം വേണ്ട, ആർക്കും ഒന്നും കൊടുക്കണ്ട എന്നാണോ അതിന്റെ അർത്ഥം? അല്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് സ്നേഹമില്ലാതെ ഇതൊക്കെ ചെയ്താൽ പ്രയോജനമൊന്നും ഇല്ല. സ്നേഹമാണ് പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണ്. കൊരിന്ത്യൻ സഭയിലെ എക്സ്റ്റസിയിൽ അവർ ആഹ്ലാദിക്കുകയും അഹങ്കരിക്കുകയും ചെയ്തവരോട് പറയുകയാണ്, കുഞ്ഞുങ്ങളെ, ഇതൊന്നുമല്ല വലിയ കാര്യം, ഇതിനേക്കാൾ വലുതാണ് എന്ത്? സ്നേഹം. ഇപ്പം നന്നായിട്ട് പ്രസംഗിച്ചു നടക്കുന്ന ഒരു വ്യക്തി, അനേക ആത്മാക്കളെ നേടുന്ന വ്യക്തി, വീട്ടിൽ ഭാര്യയോട് വഴക്കുണ്ടാക്കി ഭാര്യയുമായിട്ട് പിണങ്ങി രണ്ടും രണ്ടായിട്ടാണ് ജീവിതമെങ്കിൽ നമ്മൾ എന്തോ പറയും? എടാ, വലിയ പ്രസംഗിച്ച് ആത്മാക്കളെ നേടുന്നതൊന്നും അല്ല വലിയ കാര്യം, സ്വന്തം വീട്ടിൽ ഭാര്യയോട് സ്നേഹത്തിൽ കഴിഞ്ഞ് ഭാര്യയെ ഒരുമിച്ച് ജീവിക്കുന്നതാണ് വലിയ കാര്യമെന്ന് നമ്മൾ
പറയും. അതിന്റെ അർത്ഥം എന്തുവാ? പ്രസംഗിക്കരുതെന്നാണോ? ആത്മാക്കളെ നേടരുതെന്നാണോ? പറ. അല്ല. എന്നതുപോലെ ഇത് നമുക്ക് പ്രവചനം വേണ്ട, അന്യഭാഷ വേണ്ട, വിശ്വാസം വേണ്ട, ത്യാഗം വേണ്ട എന്നല്ല ഇതിന്റെ അർത്ഥം. നമ്മൾ കൊരിന്ത്യ സഭയുടെ പ്രശ്നം, അവരതിനകത്ത് എന്ത് ചെയ്തു? ആഹ്ലാദിക്കുകയും അഹങ്കരിക്കുകയും ചെയ്തു. ഞാൻ പറയുന്നത് ഗ്രഹിക്കുന്നല്ലോ? മനസ്സിലായോ പറയുന്നേ? ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഇത് വേണ്ട എന്നുള്ള അർത്ഥത്തിലല്ല ഇവിടെ പറയുന്നത്. പ്രത്യേകത എന്താണ്? അതിനേക്കാൾ വലുതാണ് സ്നേഹം. സ്നേഹമില്ലാതെ ഇതെന്ത് ചെയ്താലും ഒരു പ്രയോജനമില്ല. സ്നേഹമില്ലാതെ ഞാൻ എത്ര അന്യഭാഷ പറഞ്ഞാലും മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷയിൽ സംസാരിച്ചാലും സ്നേഹമില്ലെങ്കിൽ ഒരു കാര്യവുമില്ല. സ്നേഹമാണ് പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ സഭയ്ക്കകത്ത് വന്ന് എത്ര ചാടിത്തുള്ളിയാലും അമ്മായിയമ്മയുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ടാണ് സഭയിൽ വന്ന് തുള്ളുന്നതെങ്കിൽ, അല്ലെങ്കിൽ മരുമോളെ നിലയ്ക്ക് പടിക്ക് പുറത്തിറക്കിയിട്ടാണ് നിങ്ങൾ വന്ന് തുള്ളുന്നതെങ്കിൽ ഈ തുള്ളല് കൊണ്ട് ഒരു കാര്യവും ഇല്ലെന്നാണ് ഇവിടെ പറയുന്നത്. അല്ലാതെ വേറെ ഒന്നുമില്ല. അത്രയൊക്കെ ഉള്ളൂ ഇതിനകത്തെ അർത്ഥം. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? പക്ഷെ മനസ്സിൽ ആകുന്നുണ്ടോ? ഭാഷ മനസ്സിലായോ എന്നല്ല ചോദിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളാണിതൊക്കെ. നമുക്കിന്നത്തെ ഒരു വലിയ പ്രശ്നമാണ്, സഭയിൽ 2.5 മണിക്കൂർ 3 മണിക്കൂർ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ബാക്കി 166 മണിക്കൂർ അല്ലെങ്കിൽ 165 മണിക്കൂർ നമ്മൾ ചെയ്യുന്നതിനേക്കാൾ വലുതായി നമ്മൾ കാണുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, ദൈവം നമ്മളെ ചേർക്കുന്നത്, ദൈവം നമ്മളെ മാർക്കിടുന്നത് സഭയ്ക്കുള്ളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലല്ല, സഭയ്ക്ക് പുറത്ത് നമ്മൾ അങ്ങനെ ജീവിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. കർത്താവിന്റെ അടുത്ത് പലരും വന്നിട്ട് പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 23 നമ്മൾ കാണുന്ന കാര്യമാണത്. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നെ വിട്ടുപോകുവിൻ. അപ്പൊ എങ്ങനെയുള്ളവരാണ്? അവർ പ്രവചിക്കുന്നവരാണ്, ഭൂതങ്ങളെ പുറത്താക്കുന്നവരാണ്, വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുന്നവരാണ്, അത്ഭുതങ്ങൾ നടത്തുന്നവരാണ്. പക്ഷെ ഇതെല്ലാം സഭയ്ക്കകത്താ. സഭയ്ക്ക് പുറത്തോ? അധർമ്മം പ്രവർത്തിക്കുന്നവരാണ്. കർത്താവ് പറഞ്ഞു, നീ ഇത് ചെയ്തതൊന്നും ഞാൻ കാണുന്നില്ല. ഞാൻ നോക്കുമ്പോഴെല്ലാം കാണുന്നത് സഭയ്ക്ക് പുറത്ത് നീ കാണിച്ച അധർമ്മമാണ്. ഇത് വലിയൊരു പാഠമാണ്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പാഠമാണ്. നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, സഭയ്ക്കകത്ത് കിടന്ന് തുള്ളിയാ മതി, സഭയ്ക്ക് പുറത്തിറങ്ങി എന്തോ കാണിച്ചാലും കുഴപ്പമില്ല എന്ന്. സ്നേഹമില്ലെങ്കിൽ വലിയ വലിയ കാര്യം, നിങ്ങൾ വ്യഭിചാരം ഒന്നും ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, കൊലപാതകം ചെയ്യണമെന്ന് നിർബന്ധമില്ല. സ്നേഹമില്ലെങ്കിൽ അവിടെ എഴുതിയിരിക്കുന്നത്, ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഇതുകൊണ്ട് ആരും ചിന്തിക്കരുത് കൃപാവരങ്ങൾ ആവശ്യമില്ല എന്ന് ചിന്തിക്കരുത്. പക്ഷെ കൃപാവരങ്ങളല്ല പ്രധാനം, എന്റെ ക്യാരക്ടറാണ് പ്രധാനം. വൃക്ഷത്തെ എങ്ങനെയാണ് അറിയുന്നത്? ഫലം കൊണ്ടാണ്, അല്ലാതെ അതിന്റെ വരങ്ങൾ കൊണ്ടല്ല. ദാറ്റ് ഈസ് ദ ബിഗസ്റ്റ് പ്രോബ്ലം. നമ്മൾ തിരിച്ചറിയേണ്ട വലിയൊരു യാഥാർത്ഥ്യമാണ്. വരങ്ങൾ നല്ല കാര്യമാണ്. ഞാൻ എല്ലാ കാരിസ്മാറ്റിക് ഗിഫ്റ്റ്സും എക്സസൈസ് ചെയ്യുന്ന ആളാണ്. എനിക്ക് എതിരൊന്നുമല്ല, ഞാൻ എതിരായിട്ടുള്ള ആളൊന്നുമല്ല. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, കൊരിന്ത്യയിലെ എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, നിങ്ങൾ ഈ കൃപാവരങ്ങളിൽ അമിതമായിട്ട് പുകഴരുത്. അതൊക്കെ ദൈവം നിങ്ങൾക്ക് പകുത്തു തരുന്ന വരങ്ങൾ എന്നുള്ളതേ ഉള്ളൂ. വരം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഗിഫ്റ്റ്. കാരിസ്മാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിഫ്റ്റ് ഓഫ് ഗ്രേസ് എന്നാണ്. ഗ്രേസ് ഗിഫ്റ്റ്സ് ആണ്. ഗിഫ്റ്റ് തന്നെ നമുക്ക് കിട്ടുന്നത് നമ്മുടെ റിവാർഡല്ല. നമ്മുടെയൊക്കെ ചിന്ത ഇത് റിവാർഡാണെന്നാണ്. പെന്തിക്കോസുകാർക്ക് പറ്റിയിരിക്കുന്ന ഒരു വലിയ പ്രശ്നം, അന്യഭാഷ നിന്റെ വിശുദ്ധിക്കുള്ള ഒരു റിവാർഡായിട്ട് ദൈവം തന്നെന്നാണ് നിങ്ങളുടെയൊക്കെ ചിന്ത. അല്ലെ, ഇതിനെ വിളിക്കുന്നത് തന്നെ എന്താണ്? കൃപയെന്നാണ് വിളിക്കുന്നത്, കൃപാവരം. ഇല്ലേ? നമുക്കൊരു ചിന്തയുണ്ട്, നമ്മൾ വിശുദ്ധിയോടെ ജീവിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അന്യഭാഷ കിട്ടും, പിന്നെയും വിശുദ്ധിയോടെ ജീവിച്ചാൽ പ്രവചനവരം കിട്ടും, കുറെ കൂടെ വിശുദ്ധിയോടെ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ രോഗികൾ സൗഖ്യമാകും, കുറെ കൂടെ വിശുദ്ധിയോടെ ജീവിച്ചു കഴിഞ്ഞാൽ. അങ്ങനെ നിന്റെ വിശുദ്ധിക്കുള്ള റിവാർഡല്ല കൃപാവരങ്ങൾ. അങ്ങനെയാണെങ്കിൽ അതിനെ വിളിക്കേണ്ടത് കൃപാ വരമെന്നല്ല വിളിക്കേണ്ടത്. പിന്നെ വിളിക്കേണ്ടത് എന്താണ്? പ്രതിഫലമെന്നാണ് വിളിക്കേണ്ടത്, റിവാർഡ്. ഇത് റിവാർഡല്ല. റിവാർഡൊക്കെ അങ്ങ് മോളിൽ ചെല്ലുമ്പോഴേ ഉള്ളൂ. ഇവിടെ നമുക്ക് ലഭിക്കുന്നതെല്ലാം എന്താണ്? കൃപയാണ്, കൃപ. ഇതിന്റെ പേരിൽ അഹങ്കരിക്കരുത്.